ഉറുമ്പുകൾക്ക് പോലും പാമ്പിനെ തോൽപ്പിക്കാൻ കഴിയും ഐക്യത്തിന്റെ ശക്തി. ഒരു ദിവസം ഒരു പാമ്പ് ഒരു ഉറുമ്പിന്റെ കൂട്ടിലേക്ക് വഴുതി വീണു. എന്നാൽ അവന്റെ ആത്മവിശ്വാസം തന്നെ ഈ ഉറുമ്പിന് തടയാനാവില്ലെന്ന് അവൻ കരുതി. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? കാരണം ചിലപ്പോൾ ഏറ്റവും ചെറിയവയ്ക്ക് പോലും ശക്തരെ വീഴ്ത്താൻ കഴിയും. കാട് നിരവധി ജീവികളുടെ ഉയർച്ചയും വീഴ്ചയും കണ്ടിരുന്നു. പക്ഷേ പാമ്പ്, അവൻ സ്വയം തന്നെ കരുതിയിരിക്കുന്ന കെണി മനസ്സിലാക്കാതെ നീങ്ങി. ഒരു ചൂടുള്ള ഉച്ചതിരിഞ്ഞ് പാമ്പ് ഒരു വലിയ ഉറുമ്പിനെ കണ്ടു. അവൻ സ്വയം പറഞ്ഞു, ഈ ചെറിയ ജീവികൾ എത്ര വിഡ്ഢികളാണ്, ഇതുപോലെ തുറസായ സ്ഥലത്ത് ജീവിക്കുന്നു. അവൻ തുരങ്കങ്ങളിലൂടെ തുരന്നു, ശരീരത്തിനടിയിൽ ചെറിയ തൊഴിലാളികളെ തകർത്തു. ശല്യപ്പെടുത്താതെ പതിയെ നീങ്ങി. പക്ഷേ ഉറുമ്പുകൾ ഓടിപ്പോയില്ല. അവർ ഒത്തുകൂടുകയായിരുന്നു. ഒരു ഉറുമ്പ് മറ്റൊന്നിലേക്ക് ഓടി, പിന്നെ മറ്റൊന്ന്. ഉത്തരവുകളൊന്നുമില്ല, പരിഭ്രാന്തിയില്ല. നിശബ്ദവും സമന്വയിപ്പിച്ചതുമായ പ്രതിരോധം മാത്രം. ആ ദിവസം വരെ ഒരു ജീവിയും പാമ്പിനോട് പോരാടാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നൂറുകണക്കിന് ഉറുമ്പുകൾ അവനെ കൂട്ടത്തോടെ ആക്രമിച്ചു. അവ അവന്റെ ചെതുമ്പലിൽ പറ്റിപ്പിടിച്ചു. അവന്റെ കണ്ണുകളിൽ കടിച്ചു. അവന്റെ മൂക്കിലും വായിലും ഇഴഞ്ഞു. പാമ്പ് തല്ലുകയും വളച്ചൊടിക്കുകയും കോപത്തോടെ ചീറ്റുകയും ചെയ്തു. പക്ഷേ വളരെ വൈകിപ്പോയി. അവന്റെ ശക്തി അവരുടെ ഐക്യത്തിന് എതിരല്ല. വേട്ടക്കാരൻ വേട്ടയാടപ്പെട്ടു. മിനിറ്റുകൾക്കുള്ളിൽ കാട്ടിലെ ഭയാനകമായ വേട്ടക്കാരൻ നിശ്ചലനായി. പാമ്പിന് മനസ്സിലാകാതെ പോയ കാര്യം ഇതാണ്: ദുർബലർ ലക്ഷ്യത്തോടെ ഒന്നിക്കുമ്പോൾ അവർ തടയാനാവാത്തവരായിത്തീരുന്നു. വലുപ്പം എന്നാൽ ശക്തിയാണെന്ന് അവൻ വിശ്വസിച്ചു. എന്നാൽ ഉറുമ്പുകൾക്ക് ആഴമേറിയ കാര്യം അറിയാമായിരുന്നു. യഥാർത്ഥ ശക്തി ഐക്യത്തിൽ ആണെന്ന്. പാമ്പിന്റെ പരാജയത്തിനുശേഷം വർഷങ്ങളോളം അത് തഴച്ചുവളർന്നു. അവർക്ക് മികച്ച ആയുധങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടല്ല, പക്ഷേ ഓരോ ചെറിയ ശബ്ദവും ഉച്ചത്തിലുള്ള ഒരു ഗായകസംഘത്തിൽ ചേരുമ്പോൾ അത് പ്രധാനമാണെന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതെ, അവർ ഒരു പുതിയ രാജ്ഞിയെ കിരീടധാരണം ചെയ്തു. പക്ഷേ അവൾ ഭയത്തോടെ ഭരിച്ചില്ല. അവൾ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഭരിച്ചത്. നമ്മളിൽ ഏറ്റവും ചെറിയവർക്ക് പോലും രാക്ഷസന്മാരുടെ വിധി രൂപപ്പെടുത്താൻ കഴിയും, നമ്മൾ ഒരുമിച്ച് നിന്നാൽ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ പാമ്പ് ഏതാണ്? നിങ്ങൾ അവഗണിച്ചുകൊണ്ടിരുന്ന ഉറുമ്പുകൾ ആരാണ്? കാരണം ഓർമ്മിക്കുക, ജയിക്കാൻ നിങ്ങൾ ഏറ്റവും ശക്തരാകേണ്ടതില്ല. നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. ഈ കഥ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക. ഐക്യത്തിന്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അഭിപ്രായങ്ങൾ ഇടുക.